ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 53-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അവിടെ പറയുന്നു, മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുകയാണ് ദൈവം ഇല്ല. വാസ്തവത്തിൽ ദൈവം ഇല്ലാത്തതല്ല, ഈ മൂഢൻ തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് താൻ അവകാശപ്പെടുകയാണ് ദൈവം ഇല്ല. കാരണം അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, അവർ നീതികേട് പ്രവർത്തിച്ച് മ്ലേച്ഛത പ്രവർത്തിച്ച് ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കകത്ത് അവർക്ക് സഞ്ചരിപ്പാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ദൈവമില്ല. പക്ഷേ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? പ്രിയരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട് കർത്താവൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരവരുടെ ഇഷ്ടം ചെയ്യുന്ന ഒത്തിരി പേര് ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിലുണ്ട്. വാസ്തവത്തിൽ അവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ ഒരു മറയിട്ട് അപ്പുറത്ത് നിർത്തിയിരിക്കുന്നതാണ്. എന്നിട്ട് അവർ തന്നെ പറയുകയാണ് ദൈവം ഇല്ല. എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ദൈവവചനം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കുകയാണ്. 2 കാര്യം: ഒന്നിൽ നമുക്ക് മൂഢന്മാരായി ജീവിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായിട്ട് ജീവിക്കാം. 2 കൂട്ടരും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം നെല്ലും പതിരും വേർതിരിയുന്ന ഒരു ദിവസം വരും. അന്ന് മൂഢൻ എന്നേക്കുമായി ഛേദിക്കപ്പെടും. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആ നിത്യരാജ്യത്തിൽ പ്രവേശിച്ച് സന്തോഷത്തോടെ വാഴുന്നത് കാണാൻ പറ്റും. ഈ വചനം നമ്മോട് പറയുന്നു, നമ്മൾ ബുദ്ധിയുള്ളവരെ പോലെ ദൈവത്തെ അന്വേഷിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.